Good morning, dear students. How are you all? I hope you all fine. നമുക്ക് ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചാലോ? കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അലാവുദ്ദീൻ ആൻഡ് ദി മാജിക് ലാമ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചതല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ടെക്സ്റ്റ് ബുക്ക് ഏത് പേജ് വരെയാണ് പഠിച്ചത്? പേജ് നമ്പർ 59 വരെ പഠിച്ചായിരുന്നില്ലേ? അലാവുദ്ദീൻ ആൻഡ് ദി മാജിക് ലാമ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മള് 59 പേജ് വരെയാണ് പഠിച്ചു നിർത്തിയത്. ആ സ്റ്റോറി എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അലാവുദ്ദീന്റെ അങ്കിളായിട്ടുള്ള ജാഫർ വീട്ടിൽ വന്നിട്ട് അലാവുദ്ദീനുമായിട്ട് ജാഫർ പോകുന്നതായിരുന്നു പഠിച്ചു നിർത്തിയതല്ലേ? ഇന്ന് നമുക്ക് ബാക്കി പഠിച്ചു തുടങ്ങാം. They continued walking until they reached the mountains. Alauddin was very tired by now and wanted to know how much further they had to go. They continued walking until they reached the mountains. അവര് മലയുടെ മുകളിൽ എത്തുന്നത് വരെ നടന്നുകൊണ്ടിരുന്നു. Alauddin was tired by now and wanted to know how much further they had to go. അലാവുദ്ദീൻ ഭയങ്കരമായിട്ടങ്ങ് ക്ഷീണിതനായി. ഇനി എത്ര ദൂരം നടക്കണമെന്ന് അലാവുദ്ദീന് അറിയണമായിരുന്നു. They continued walking until they reached the mountains. മലയുടെ മുകളിൽ എത്തുന്നത് വരെ അവര് നടന്നുകൊണ്ടിരുന്നു. അലാവുദ്ദീൻ was very tired. അലാവുദ്ദീൻ ഭയങ്കര ക്ഷീണിതനായിപ്പോൾ. അലാവുദ്ദീൻ was very tired by now. അപ്പൊ അലാവുദ്ദീൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. And wanted to know how much further they had to go. അതുകൊണ്ട് അലാവുദ്ദീൻ ഭയങ്കര ക്ഷീണിച്ചു പോയത് കൊണ്ട് അലാവുദ്ദീൻ അറിയണത് അലാവുദ്ദീൻ എന്തറിയണായിരുന്നു? ഇനി എത്ര ദൂരം പോകണമെന്ന്. We are almost there, Alauddin, said Jafar with a smile on his face. Let me show you some magic. We are almost there, Alauddin, said Jafar with a smile on his face. Let me show you some magic. We are almost there, Alauddin. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു അലാവുദ്ദീൻ എന്ന് ജാഫർ അലാവുദ്ദീനോട് പറയുക. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു അലാവുദ്ദീൻ എന്ന് ജാഫർ അലാവുദ്ദീനോട് പറഞ്ഞു. എങ്ങനെ? ജാഫറിന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയോട് കൂടി ജാഫർ അലാവുദ്ദീന്റെ അടുത്ത് പറയുകയാണ്, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. Let me show you some magic. നിനക്കൊരു മാജിക് ഞാൻ കാണിച്ചു തരാം. We are almost there, Alauddin, said Jafar with a smile on his face. Let me show some magic. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് അലാവുദ്ദീന്റെ അടുത്ത് ജാഫർ ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി പറയുന്നു. എന്നിട്ട് എന്താ പറയുന്നത് ജാഫർ അലാവുദ്ദീന്റെ അടുത്ത്? നിനക്ക് ഞാനൊരു മാജിക് കാണിച്ചു തരാം. Saying so, he took out some color powder from his pocket and threw it on the ground. Saying so, he took out some colored powder from his pocket and threw it on the ground. നിനക്കൊരു മാജിക് കാണിച്ചു തരാമെന്ന് ജാഫർ അലാവുദ്ദീനോട് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്തത് ജാഫർ? Saying so, he took out some colored powder from his pocket and threw it on the ground. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ജാഫർ തന്റെ പോക്കറ്റിൽ നിന്ന് എന്തെടുത്ത് ഞാനൊരു മാജികത കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജാഫർ തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കളർ പൗഡർ എടുത്തിട്ട് നിലത്തേക്ക് എറിഞ്ഞു. Saying so, he took out some color powder from his pocket and threw it on the ground. നിനക്കൊരു മാജിക് കാണിച്ചു തരാമെന്ന് ജാഫർ അലാവുദ്ദീനോട് പറഞ്ഞുകൊണ്ട് ജാഫർ തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കളർ പൗഡർ എടുത്തിട്ട് നിലത്തോട്ടങ്ങ് എറിഞ്ഞു. Suddenly there was a smoke all around him. When the smoke cleared, Alauddin saw that there was a big opening in the ground. Alauddin was scared to see the deep black hole. Suddenly there was smoke all round him. When the smoke cleared, Alauddin saw that there was a big opening in the ground. Alauddin was scared to see the deep black hole. Suddenly there was smoke all round him. അവന് ചുറ്റും പെട്ടെന്ന് എന്ത് വന്ന്? കുറെ പുക പടർന്നു. Suddenly there was a smoke all around him. പെട്ടെന്ന് അവന് ചുറ്റും കുറെ പുക ഇങ്ങനെ വന്നു. When
the smoke cleared, പുക എന്ത് ചെയ്ത് ക്ലിയർ ആയപ്പോൾ പുക നീങ്ങിയപ്പം Aladdin saw that there was a big opening in the ground. പുക നീങ്ങിയപ്പോൾ എന്ത് സംഭവിച്ച് ഗ്രൗണ്ടിൽ ഒരു വലിയ ദ്വാരം അലാവുദ്ദീൻ കണ്ടു. Aladdin was scared to see the deep black hole. അലാവുദ്ദീൻ എന്താണ് ഈ ബ്ലാക്ക് ഹോൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ച് പോയി. Suddenly there was a smoke all around him. When the smoke cleared, Aladdin saw that there was a big opening in the ground. Aladdin was scared to see the deep black hole. പെട്ടെന്ന് എന്താ അവിടെ അവന് ചുറ്റും കുറെ പുക വന്ന് ഈ പുക നീങ്ങിയപ്പോ അലാവുദ്ദീൻ എന്താ കണ്ടത് നിലത്ത് ഗ്രൗണ്ടില് വലിയൊരു ബ്ലാക്ക് ഹോൾ കണ്ടു, വലിയൊരു ദ്വാരം കണ്ടു. അലാവുദ്ദീൻ ഈ ബ്ലാക്ക് ഹോൾ കണ്ടപ്പോ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. He said to Jafar, how did you do that? അലാവുദ്ദീൻ ജാഫറിനോട് ചോദിക്കേ എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്തത്? Jafar said, let us just say your uncle is a great man. Now go into that hole. You will find a lot of gold, diamond, rubies and other precious stones in the cave. Fill yourself with as much treasure as you want. You can have all that, but there will be a very old, ordinary looking lamp. Get me that lamp. Jafar said, let us just say your uncle is a great man. ജാഫർ എന്താ പറഞ്ഞത് നിന്റെ അങ്കിള് വലിയൊരു മനുഷ്യനാണ്. Now go into that hole. നീ ഇപ്പം എന്താ ഈ വലിയ ഹോളിലോട്ട് ഇറങ്ങി ചെല്ലണമെന്ന് ജാഫർ അലാവുദ്ദീന്റെ അടുത്ത് പറഞ്ഞു. You will find a lot of gold, diamond, rubies and other precious stones in the cave. നിനക്ക് ആ ഒരു ഗുഹയിൽ നിന്ന് പ്രഷ്യസ് അമൂല്യമായിട്ടുള്ള രത്നങ്ങളും കല്ലുകളും അമൂല്യമായിട്ടുള്ള കല്ലുകളും അതുപോലെ റൂബീസും ഡയമണ്ടും അതുപോലെ സ്വർണ്ണവും ഒക്കെ കിട്ടും. Fill yourself with as much treasure as you want. ഈ ഗോൾഡും ഡയമണ്ടും റൂബിയും അതുപോലെ തന്നെ പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺ, അതായത് അമൂല്യമായിട്ടുള്ള കല്ലുകളൊക്കെ നിനക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അത്രയും നീ അത് എടുക്കാൻ പറഞ്ഞു അലാവുദ്ദീനോട് ജാഫർ. You can have all that, but there will be a very old, ordinary looking lamp. Get me that lamp. ഈ ഗുഹയിൽ ഇറങ്ങി ചെന്നിട്ട് അവിടെ കാണുന്ന സ്വർണവും ഡയമണ്ടും റൂബിയും അതുപോലെ അമൂല്യമായിട്ടുള്ള കല്ലുകളൊക്കെ നീ എടുത്തോ. എന്നാൽ അവിടെ ഒരു ഓർഡിനറി സാധാരണമായിട്ടുള്ള ഒരു ലാമ്പ് ഉണ്ട്. ആ ലാമ്പ് നീ എനിക്ക് തരണമെന്ന് ജാഫർ അലാവുദ്ദീന്റെ അടുത്ത് പറഞ്ഞു. Jafar said, let us just say your uncle is a great man. Now go into that hole. You will find a lot of gold, diamond, rubies and other precious stones. In that cave, you fill yourself with as much treasure as you want. You can have all that, but there will be a very old, ordinary looking lamp. Get me that lamp. ഇതാണ് ജാഫർ പറയുക. ഇതേ അതെന്ന് പറയുന്നത് ഒരു വലിയ മനുഷ്യനാണ്. ഇപ്പം നീ എന്ത് ചെയ്യണം? ഈ ഹോളിലോട്ട് ഇറങ്ങി ചെല്ലണം അല്ലേ? ഗുഹയിൽ എന്താ ധാരാളം എന്നിട്ട് ആ ഗുഹയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഗുഹയിൽ ധാരാളം സ്വർണവും അതുപോലെ ഡയമണ്ട് വജ്രവും അതുകൂടെ റൂബിയും അതുപോലെ അമൂല്യമായിട്ടുള്ള കല്ലുകളും ഒക്കെ തന്നെ അവിടെ നിനക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള എത്രയാണോ അത്രയും കല്ലും ഡയമണ്ടും അതുപോലെ രത്നങ്ങളും ഒക്കെ നീ എടുത്ത് നിറയ്ക്കണം. എന്നിട്ട് അവിടെ കാണുന്ന ഒരു ഓർഡിനറി ലാമ്പ് മാത്രം എടുത്ത് ഒരു പഴയ വിളക്ക് മാത്രം എടുത്ത് എനിക്ക് നീ തരണമെന്ന് ജാഫർ അലാവുദ്ദീന്റെ അടുത്ത് പറഞ്ഞു. Aladdin got suspicious of his uncle. However, he did not show his feeling and decided to do as he was instructed. Carefully he entered the cave. When he entered, his eyes were wide open in amazement. He found the entire cave filled with a lot of precious metals and stones. He quickly started filling his pocket with as much treasure as he could. Suddenly he heard his uncle shout from above. ഇതാണ് ഈ ഗുഹയിൽ ഇറങ്ങി ചെല്ലുമ്പോ വളരെ പഴയതും അതുപോലെ ഒരു സാധാരണമായിട്ട് വിളക്കുണ്ടാവും. അത് നീ എനിക്ക് തരണമെന്ന് ജാഫർ അലാവുദ്ദീന്റെ അടുത്ത് പറഞ്ഞു. അലാവുദ്ദീൻ ഗോട്ട് സസ്പീഷ്യസ് ഓഫ് ഹിസ് അങ്കിൾ. ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ അലാവുദ്ദീൻ അങ്കിളിനോട് ഒരു സംശയം തോന്നി. എന്തുകൊണ്ടായിരിക്കും ആ പഴയ വിളക്ക്
അലാവുദ്ദീൻ എടുത്തു കൊടുക്കണമെന്ന് അങ്കിൾ പറഞ്ഞതെന്ന് അലാവുദ്ദീൻ ഒന്ന് സംശയിച്ചു. However, he did not show his feeling and decided to do as he was instructed. എന്നിരുന്നാലും അവൻ തന്റെ ഈ അലാവുദ്ദീൻ ഇങ്ങനെ ഒരു സംശയം അലാവുദ്ദീന് തോന്നിയെങ്കിലും അവൻ തന്റെ ഫീലിങ്സ് ഒന്നും തന്നെ പുറത്ത് കാട്ടാതെ അവൻ നിർദ്ദേശിച്ചതുപോലെ തന്നെ ഗുഹയിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. Carefully he entered the cave. When he entered, his eyes were wide open in amazement. He found the entire cave filled with a lot of precious metals and stones. ഇങ്ങനെ ഒരു സംശയം അലാവുദ്ദീൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അലാവുദ്ദീൻ തന്റെ ആ ഫീലിങ്സ് ഒന്നും തന്നെ പുറത്ത് കാട്ടാതെ ഗുഹയിൽ ഭയങ്കര കെയർഫുള്ളായിട്ട് ശ്രദ്ധാപൂർവ്വം ഇറങ്ങാൻ തുടങ്ങി. എന്നിട്ട് എന്ത് സംഭവിച്ചു? When he entered, his eyes were wide open in amazement. He found the entire cave filled with a lot of precious metals and stones. അവനാ ഗുഹയിൽ ഇറങ്ങി ചെന്നപ്പോ അവിടെ കണ്ണുകൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്തുകൊണ്ടാ? അവിടെ കുറെ സ്വർണങ്ങളും രത്നങ്ങളും അതുപോലെ പ്രഷ്യസ് ആയിട്ടുള്ള അമൂല്യമായിട്ടുള്ള കല്ലുകളൊക്കെ അവിടെ കണ്ടു. അവൻ എന്ത് ചെയ്തപ്പം he quickly started filling his pocket with as much treasure as he could. Suddenly he heard his uncle shout from above. അവൻ എന്ത് ചെയ്ത് ഇങ്ങനെ ഒരുപാട് കല്ലുകളും രത്നങ്ങളും ഒക്കെ കണ്ടപ്പോ അവന്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാൻ തന്നെ പറ്റിയില്ല. അവൻ എന്ത് ചെയ്ത് അവൻ പെട്ടെന്ന് തന്നെ പോക്കറ്റിൽ ഇതൊക്കെ വാരി നിറയ്ക്കാൻ തുടങ്ങി. അപ്പം പെട്ടെന്ന് അവന്റെ അങ്കിൾ അവനെ വിളിക്കുന്ന ശബ്ദം കേട്ടു. ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ട അങ്കിള് പെട്ടെന്ന് മുകളിൽ നിന്ന് അവന്റെ അങ്കിൾ എന്ത് ചെയ്ത് അലാവുദ്ദീനെ ദേഷ്യത്തോടെ വിളിച്ചു. ഹറിയാം അലാവുദ്ദീൻ, ഗീവ് മീ ദ ലാമ്പ്. പെട്ടെന്നാവട്ടെ അലാവുദ്ദീൻ, ആ ലാമ്പ് എനിക്ക് താന്ന് ജാഫർ ദേഷ്യപ്പെട്ട് പറഞ്ഞു. പെട്ടെന്നാവട്ടെ അലാവുദ്ദീൻ, എനിക്ക് ലാമ്പ് വിളക്കിന് തരാൻ ആര് പറഞ്ഞ്? ജാഫർ അലാവുദ്ദീനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു. Aladdin looked around for the lamp and he found a very ordinary lamp lying in the corner of the cave. Then Aladdin looked around the lamp and found a very ordinary looking lamp lying in the one of the corner of the cave. He wondered why his uncle was desperate to have that lamp. Aladdin looked around for the lamp and found a very ordinary looking lamp lying on the corner of the cave. He wondered why his uncle was desperate to have that lamp. എന്ത് ചെയ്ത്? അലാവുദ്ദീൻ വിളക്കിനായിട്ട് ചുറ്റും ഇങ്ങനെ നോക്കി. അലാവുദ്ദീൻ അങ്ങനെ എന്ത് ചെയ്ത്? വിളക്കിനായിട്ട് ചുറ്റും നോക്കിയപ്പോൾ ഗുഹയുടെ ഒരു മൂലയിൽ എന്ത് കിടക്കുന്ന ഒരു സാധാരണ വിളക്ക് കിടക്കുന്നത് അലാവുദ്ദീൻ കണ്ടു. He wondered why his uncle desperate that lamp. അങ്ങനെ ഗുഹയുടെ ചുറ്റും നോക്കിയപ്പോൾ ഗുഹയുടെ ഒരു മൂലയില് ഇങ്ങനെ ഒരു സാധാരണപ്പെട്ട ഒരു ലാമ്പ് കിടക്കുന്നത് അലാവുദ്ദീൻ കണ്ട്. അലാവുദ്ദീൻ വിചാരിച്ചത് എന്തിനാണ് ഈ അങ്കിളിന്. Nevertheless, he picked it up and started climbing out of the hole. എന്ത് തന്നെ ആയാലും അലാവുദ്ദീൻ എന്ത് ചെയ്ത് ആ വിളക്ക് എടുത്തിട്ട് മുകളിലോട്ട് കയറാൻ ദാരത്തിലൂടെ മുകളിലോട്ട് കയറാൻ തീരുമാനിച്ചു. Nevertheless, he picked it up and started climbing out of the hole. ആ ദ്വാരത്തിലൂടെ പുറത്തോട്ട് കടക്കാൻ വേണ്ടി അലാവുദ്ദീൻ ആ വിളക്ക് വേണ്ടി ശ്രമിച്ചു. He asked his uncle to give him a hand to help him climb up. However, his uncle asked him to do the hand him the lamp first. Aladdin saw his trick and understood that he had some evil intention and he would not help him come out of the hole. Nevertheless, he picked it up and started climbing out of the hole. He asked his uncle to give him a hand to help him climb up. However, his uncle asked him to hand him the lamp first. Aladdin saw through the trick and understood that he had some evil intention and would not help him come out of the hole. So he insisted that Jafar help him out of first and only then would he give him to the lamp. This angered his uncle so much that he threw some powder on him which made the mouth of the cave shut on Aladdin. Now Aladdin had become a prisoner in the cave.
Neverthelessly, he picked it up and started climbing out of the hole. അലാവുദ്ദീൻ ആ ഗുഹയുടെ മുകളിൽ തന്നെ വിളക്കെടുത്തിട്ട് ആ ഹോൾ ദ്വാരം വഴി മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു. He asked his uncle to give him a hand to help him climb up. അവൻ എന്ത് ചെയ്ത്, അവൻ അങ്കിളായിട്ടുള്ള ജാഫറിന്റെ അടുത്ത് പറഞ്ഞു, ഒരു കൈ ഞാൻ ആ കൈ പിടിച്ച് മുകളിലോട്ട് കയറാമെന്ന്. However, his uncle asked him to hand him the lamp first. എന്നാ അങ്കിൾ എന്താ പറഞ്ഞത്, ആദ്യം നീ ആ വിളക്ക് എനിക്ക് താന്ന് പറഞ്ഞു. ജാഫർ പറഞ്ഞ അലാവുദ്ദീന്റെ അടുത്ത് ജാഫർ പറയുക, ആദ്യം വിളക്ക് ഇത് തരാൻ പറഞ്ഞു. Aladdin saw through his trick and understand that he had some evil intention and would not help him come out of the hole. അപ്പം ഫസ്റ്റ് വിളക്ക് തരാൻ ജാഫർ പറഞ്ഞപ്പോ അലാവുദ്ദീന് മനസ്സിലായി ഇതിൽ എന്തോ ഒരു തെറ്റായിട്ടുള്ള എന്തോ ഒരു കാര്യമുണ്ട്. ഈ വിളക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്കിൾ തന്നെ സഹായിക്കത്തില്ലെന്ന് അലാവുദ്ദീന് മനസ്സിലായി. So he insisted that Jafar helped him out first and only then would he give him the lamp. അപ്പൊ അവൻ എന്ത് പറഞ്ഞു, ആദ്യം ജാഫർ കൈ തന്ന് സഹായിക്കാൻ പറഞ്ഞു, എങ്കിൽ മാത്രമേ ഞാൻ ഈ വിളക്ക് നൽകത്തോളെന്ന് അലാവുദ്ദീൻ ജാഫറിനോട് പറഞ്ഞു. This angered his uncle so much that he threw some powder on him, which made the mouth of cave shut on Aladdin. Now Aladdin had become a prisoner in the cave. എന്താ ഇങ്ങനെ ഫസ്റ്റ് കൈതാ എന്നിട്ട് ഞാൻ വിളക്ക് തരുത്തോളെന്ന് അലാവുദ്ദീൻ ജാഫറിനോട് പറഞ്ഞു. ഇത് ജാഫറിന് എന്തുണ്ടാക്കി, ദേഷ്യം ഉണ്ടാക്കി. ജാഫർ എന്ത് ചെയ്ത്, പോക്കറ്റിൽ നിന്ന് ആ ഒരു കളർ പൗഡർ എടുത്ത് ഗുഹാമുഖത്തേക്ക് എറിഞ്ഞു. അപ്പൊ ഈ ഗുഹയിൽ വലിയൊരു പാറ വന്ന് ഗുഹ അടഞ്ഞുപോയി. അങ്ങനെ അലാവുദ്ദീൻ ആ ഗുഹയിലെ ഒരു പ്രിസണർ തടവുകാരനായിട്ട് കിടക്കേണ്ടി വന്നു. Nevertheless, he picked it up and started climbing out of the hole. എന്താണ്, അലാവുദ്ദീൻ ഗുഹയുടെ ആ മൂലയിൽ നിന്ന് സാധാരണമായിട്ടുള്ള ആ വിളക്ക് എടുത്തിട്ട് ഹോള് വഴി മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു. He asked him uncle to give him a hand to help him climb up. However, his uncle asked him to hand him the lamp first. ഈ അലാവുദ്ദീൻ അങ്കിളിനോട് പറഞ്ഞു മുകളിലോട്ട് കയറാൻ വേണ്ടി അങ്കിൾ ഒരു കൈ തന്ന് സഹായിക്കാൻ അലാവുദ്ദീൻ അങ്കിളിനോട് പറഞ്ഞു. എന്നാൽ അങ്കിൾ എന്താ ചെയ്തത്, however his uncle asked him to land him the lamp first. ആദ്യം വിളക്ക് നൽകാൻ വേണ്ടി വിളക്ക് നൽകണമെന്ന് ആര് പറഞ്ഞു, അലാവുദ്ദീന്റെ അങ്കിള് പറഞ്ഞു. Aladdin saw through his trick and understood that he had some evil intention and would not help him come out of the hole. അപ്പൊ അലാവുദ്ദീന് മനസ്സിലായി ഫസ്റ്റ് വിളക്ക് നൽകാൻ ജാഫർ പറഞ്ഞത് എന്തോ ഒരു ഗൂഢതന്ത്രമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ച് തനിക്ക് ആ ഹോളിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റത്തില്ലെന്ന് അലാവുദ്ദീന് മനസ്സിലായി. അപ്പൊ അലാവുദ്ദീൻ എന്ത് ചെയ്തു, so he insisted that Jafar helped him out first and only then would he give him the lamp. അപ്പൊ എന്ത് ചെയ്തു അലാവുദ്ദീൻ പറഞ്ഞ് ആദ്യം എന്നെ ഗുഹയിൽ നിന്ന് പുറത്ത് കടക്കാൻ ജാഫർ ഹെൽപ്പ് ചെയ്, എന്നിട്ട് മാത്രമേ വിളക്ക് നൽകത്തോളെന്ന് അലാവുദ്ദീൻ ജാഫറിനോട് പറഞ്ഞു. This angered him uncle so much that he threw some powder on him, which made the mouth of the cave shut on Aladdin. Now Aladdin had become a prisoner in the cave. ഇങ്ങനെ ഫസ്റ്റ് എന്നെ പിടിച്ച് ഗുഹയുടെ പുറത്താക്കാൻ കൈ നൽകാൻ വേണ്ടി അലാവുദ്ദീൻ ജാഫറിനോട് ആവശ്യപ്പെട്ടത്. ജാഫറിന് എന്തുണ്ടാക്കി, ദേഷ്യം ഉണ്ടായി. ഫസ്റ്റ് കൈ തന്നിട്ട് ഞാൻ എന്ത് നൽകൂ, വിളക്ക് നൽകത്തോളെന്ന് അലാവുദ്ദീൻ പറഞ്ഞത് ജാഫറിന് ദേഷ്യം ഉണ്ടാക്കി. അപ്പൊ ജാഫർ എന്ത് ചെയ്ത് പോക്കറ്റിൽ നിന്ന് കളർ പൗഡർ എടുത്തിട്ട് ഗുഹാമുഖത്തേക്ക് എറിഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ച്, ആ ഗുഹയാണെങ്കിൽ ഒരു വലിയ പാറ കൊണ്ടങ്ങ് അടഞ്ഞുപോയി. അലാവുദ്ദീൻ അങ്ങനെ എന്ത് ചെയ്ത് ആ ഗുഹയിൽ ഒരു തടവുകാരനായിട്ട് കിടക്കേണ്ടി വന്നു. He shouted to his uncle to help him out, but to no avail. He tried to push open the rock at the mouth of the cave, but could not move it even an inch. So he sat down in the cave, thinking of what to do next. His gaze suddenly fell on the lamp. He tried to see what was so special about the lamp that his uncle wanted it so much. Upon looking closely, he saw that it was an ordinary lamp with a lot of green and rust. He began rubbing it to clean it. He shouted to his uncle to help him out, but to no avail.
He tried to push open the rock at the mouth of the cave, but could not move it even an inch. അവൻ അകത്ത് കടന്നു, ഗുഹയുടെ അകത്ത് കടന്നുകൊണ്ട് അലാവുദ്ദീൻ നിലവിളിച്ച് എന്നെ രക്ഷിക്കാൻ പറഞ്ഞു. എന്നാൽ ആ അങ്കിളാണെങ്കിൽ രക്ഷിക്കാൻ വന്നോ ഇല്ല. അലാവുദ്ദീൻ ആ ഒരു പാറ, അതായത് ഗുഹയുടെ ഗുഹാമുഖത്തുള്ള ആ പാറ തള്ളി നീക്കാൻ വേണ്ടി അലാവുദ്ദീൻ ശ്രമിച്ചു. എന്നാൽ ഒരു ഇഞ്ച് പോലും ആ പാറ തള്ളി നീക്കാൻ അലാവുദ്ദീന് കഴിയില്ല. So he sat down in the cave thinking of what to do next. അങ്ങനെ ഒരു ഇഞ്ച് പോലും ആ പാറ തെളി നീക്കാൻ പറ്റാത്തത് കൊണ്ട് അലാവുദ്ദീൻ ഒരു മൂലയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. His gaze suddenly fell on the lamp. അവൻ പെട്ടെന്ന് ആ ലാമ്പ് ഇങ്ങനെ തുറച്ചു നോക്കി. He tried to see what was so special about the lamp that his uncle wanted so much. എന്താണ് ഈ ലാമ്പിന് ഇത്ര പ്രത്യേകത? ഈ വിളക്കിന് എന്താ ഇത്ര പ്രത്യേകത? അവന്റെ അങ്കിൾ ഇത്രയും കിടന്ന് ആഗ്രഹിക്കുന്ന എന്തിനാ ഈ വിളക്കിന് വേണ്ടി? അപ്പോൾ looking closely, he saw that it was an ordinary lamp with a lot of grain and rust. He began rubbing it to clean it. സൂക്ഷിച്ചവരിങ്ങനെ നോക്കിയപ്പോ ഭയങ്കര അഴുക്കും അതുപോലെ തുരുമ്പും നിറഞ്ഞ ഒരു സാധാരണ വിളക്ക് എന്തിനാണെന്ന് ഇങ്ങനെ ആലോചിച്ചു. എന്താണ് അവനാണെങ്കിൽ തുരുമ്പും അതുപോലെ അഴുക്കും നിറഞ്ഞ ഈ ഒരു സാധാരണ വിളക്ക് അവൻ വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് തുടച്ചു. He shouted to his uncle to help him out, but no available. He tried to push open the rock at the mouth of the cave, but could not move it even an inch. അങ്ങനെ ഗുഹയിൽ അകപ്പെട്ടപ്പം അവൻ അവിടെ കിടന്ന് നിലവിളിച്ചു രക്ഷിക്കാൻ. എന്നാൽ അങ്കിളായ ജാഫർ രക്ഷിക്കാൻ തയ്യാറായില്ല. അവൻ അങ്ങനെ ഗുഹാമുഖത്തുള്ള ആ പാറ തെള്ളി നീക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു ഇഞ്ച് പോലും ആ പാറ അവിടെ നിന്ന് തെള്ളി നീക്കാൻ അലാവുദ്ദീന് കഴിഞ്ഞില്ല. So he sat down in the cave thinking of what to do next. അങ്ങനെ അവൻ ആ ഗുഹയുടെ ഒരു മൂലയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. His gaze suddenly fell on the lamp. He tried to see what was so special about the lamp that his uncle wanted it so much. അങ്ങനെ അവൻ ആ ഒരു വിളക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് അവൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഈ ലാമ്പിന് ഇത്ര ഒരു പ്രത്യേകത? എന്തിനാ അവന്റെ അങ്കിൾ ഇത്രയും ഈ വിളക്കിന് വേണ്ടി ആഗ്രഹിക്കുന്നത്? Upon looking closely, he saw that it was an ordinary lamp with a lot of grain and rust. He began rubbing it to clean it. അവൻ ആ വിളക്കിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭയങ്കര അഴുക്കും അതുപോലെ തുരുമ്പ് നിറഞ്ഞ ഒരു സാധാരണ വിളക്കാണെന്ന് അവന് തോന്നി. അവൻ എന്ത് ചെയ്ത് ആ വിളക്ക് വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ തടവാൻ തുടങ്ങി. All of a sudden there was a booming voice through a cloud of smoke. Alauddin was startled. He threw the lamp on the floor and crawled back. As the smoke receded, he trembled with fear to see again of a jinn standing over him. All of a sudden there came a booming voice there through a cloud of smoke. Alauddin was startled. He threw the lamp on the floor and crawled back. As the smoke receded, he trembled with fear to see again of jinn standing over him. Alauddin എന്ത് ചെയ്തു? All of a sudden there was a booming voice through a cloud of smoke. അവനിങ്ങനെ ആ വിളക്കിനെ തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോ എന്ത് സംഭവിച്ചു? ഭയങ്കര ഒരു ശബ്ദത്തോടു കൂടി ഭയങ്കര ശബ്ദത്തോടു കൂടി ഒരു പുകമടലം അവിടെ പുകമേഘം ഇങ്ങനെ വന്നു. അലാവുദ്ദീൻ അലാവുദ്ദീൻ അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു പുക ഇങ്ങനെ വന്നപ്പോ അലാവുദ്ദീൻ ഞെട്ടിപ്പോയി. He threw the lamp on the floor and crawled back. അവൻ ആ ലാമ്പ് എടുത്ത് തറയിലിട്ടിട്ട് ബാക്കിലോട്ട് ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. As the smoke receded, he trembled with fear to see a gang of jinn standing over them. ആ പുക പിൻവലിച്ചു പോയപ്പോ ഒരു ഭീമൻ ജീൻ മുകളിൽ നിൽക്കുന്നത് കണ്ട് അലാവുദ്ദീൻ അങ്ങ് ഭയപ്പെട്ടു പോയി. The jinn then said to him, "What is your wish, my master? I am the jinn of this land. Now I am at your service. What do you want to me do?" The jinn then said to him, "What is your wish, my master?" ജീൻ അലാവുദ്ദീനോട് ചോദിക്കുക, വാട്ട് ഈസ് യുവർ വിഷ് ടു മൈ മാസ്റ്റർ? എന്റെ യജമാൻ എന്താണ് ആഗ്രഹമെന്ന് ജീൻ അലാവുദ്ദീനോട് ചോദിച്ചു. ഐ ആം ദ ജീൻ ഓഫ് ദിസ് ലാമ്പ്. ഞാൻ ഈ വിളക്കിലെ ഒരു ജീനാണെന്ന് ഈ ജീൻ പറഞ്ഞു. Now
I am at your service. What do you want to me do? Now I am at your service. What do you want me to do? ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ നൽകുന്ന ഒരാളാണെന്ന് ജീൻ അലാവുദ്ദീനോട് പറഞ്ഞു. ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് അലാവുദ്ദീനോട് ജീൻ ചോദിച്ചു. Alauddin still shivering said to the jinn, I want to go back home. Please take me to my mother. അലാവുദ്ദീൻ പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ്? I want to go back home. Please take me to my mother. എനിക്ക് തിരികെ എന്റെ വീട്ടിൽ പോകണം, എന്നെ എന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാൻ ജീനിയോട് അലാവുദ്ദീൻ പറഞ്ഞു. He had hardly finished his sentence when the next moment he found himself in his home, hugging his mother. He felt so relieved on being back. His mother looked at him in the surprise, for she had expected him to be at his uncle's house. He had hardly finished his sentence when the next moment he found himself in his home, hugging his mother. അവൻ പേടിച്ചു വരച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. അടുത്ത നിമിഷം തന്നെ അവൻ അവന്റെ വീട്ടിൽ ഈ ജീൻ കൊണ്ട് എത്തിച്ചു. അവൻ അമ്മയെ കണ്ടപ്പോൾ ഹഗ് ചെയ്തു. So he felt so relieved on being back. His mother looked at him in surprise, for she had expected him to be at his uncle's house. അവൻ അമ്മാവിന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവന്റെ അമ്മ അവനെ കണ്ടപ്പോൾ തോന്നി അത്ഭുതപ്പെട്ടു പോയി. He had hardly finished his sentence when the next moment he found himself in his home, hugging his mother. He felt so relieved on being back. His mother looked at him in surprise, for she had expected him to be at his uncle's house. എനിക്ക് എന്റെ വീട്ടിൽ തിരികെ പോകണമെന്നും അമ്മയുടെ അടുത്ത് എന്നെ കൊണ്ടുപോകണമെന്നും അലാവുദ്ദീൻ ജീനിനോട് വളരെ പേടിച്ച് വിറച്ചായിരുന്നു പറഞ്ഞത്. ഇങ്ങനെ വീട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞ അടുത്ത നിമിഷം തന്നെ ഈ ജീൻ എന്ത് ചെയ്ത് അലാവുദ്ദീനെ അവന്റെ വീട്ടിൽ എത്തിച്ചു. അവൻ അമ്മയെ കണ്ടപ്പോൾ എന്ത് ചെയ്ത് കെട്ടിപ്പിടിച്ചു. He felt so relieved on being back. അലാവുദ്ദീൻ തിരികെ വീട്ടിൽ എത്തിയപ്പോൾ ഭയങ്കര ആശ്വാസമായി. His mother looked at him in surprise, for she had expected him to be at his uncle's house. അവൻ അവന്റെ അങ്കിളിന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവന്റെ അമ്മയ്ക്ക് അവനെ കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. നമുക്ക് ഇന്ന് ഈ സ്റ്റോറി ഇത്രയും പഠിക്കാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ സ്റ്റോറി പഠിപ്പിക്കാം. ഇത്രയും സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? നമുക്ക് ഈ ചാപ്റ്ററിലെ ഇതുവരെ പഠിച്ച ഭാഗത്തുള്ള വേർഡ് മീനിങ് കൂടി നോക്കാം. നമ്മൾ ആദ്യം തൊട്ടുള്ളത് വേർഡ് മീനിങ് ആണ് പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 58 സൈഡിൽ കൊടുത്തേക്കുന്നുണ്ട് വേർഡ് മീനിങ്. ഓരോ വേർഡ്സിന്റെ മീനിങ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അലാവുദ്ദീൻ ആൻഡ് ദി മാജിക് ലാമ്പ് എന്ന ചാപ്റ്റർ തുടക്കത്തിലുള്ള വേർഡ് മീനിങ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് നോക്കിക്കേ, അബ്ജക്റ്റ്. ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ കൊടുത്തിരുന്ന ഫസ്റ്റ് വേർഡ് എന്താണ്? എല്ലാരും ടെസ്റ്റ് കണ്ടോ? ടെസ്റ്റില് കൊടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാരും നോക്കിക്കേ, അബ്ജക്റ്റ്. അബ്ജക്റ്റ് എന്താ? എക്സ്ട്രീംലി ബാഡ് ഓർ സീരിയസ്. ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീംലി ബാഡ് ആയിട്ടുള്ള എന്താണ് അബ്ജക്റ്റ് എന്ന് പറയുന്നത്. അബ്ജക്റ്റിന്റെ മീനിങ് എന്താണ്? എക്സ്ട്രീംലി ബാഡ് ഓർ സീരിയസ്. വിഡോ. വിഡോ എന്ന് വെച്ചാൽ എന്താ? എ വുമൺ ഹൂസ് ഹസ്ബൻഡ് ഈസ് ഡെഡ്. വിഡോ എന്ന് വെച്ചാൽ എന്താണ്? വിധവയല്ലേ, ഹസ്ബൻഡ് മരിച്ചിട്ടുള്ള സ്ത്രീകളെ എന്തെന്ന് പറയാം? വിഡോ. അടുത്ത നോക്കിക്കേ, എൻചാൻഡ്. എന്താണ് എൻചാൻഡ്? ടു ബി ഗ്രേറ്റ്ലി അട്രാക്റ്റഡ്. ടു ബി ഗ്രേറ്റ്ലി അട്രാക്റ്റഡ്, അതായത് ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നത്. അടുത്ത വേർഡ് മീനിങ് നോക്കിക്കേ, ഒബ്സ്റ്റാക്കിൾസ്. ഒബ്സ്റ്റാക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്? എ ബ്ലോക്ക് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു മൂവ് ഫോർവേഡ്. നമ്മളെ മൂവ് ചെയ്യാൻ പറ്റാത്ത ഉണ്ടാക്കുന്ന തടസ്സത്തെ എന്ന് പറയുന്നത് ഒബ്സ്റ്റാക്കിൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, ഡിസീസ്ഡ്. എന്താണ്? ഡെത്ത്. എന്താണ്? ഡെഡ്. മരിച്ചത് അല്ലേ? ഡെഡ് എന്ന് വെച്ചാൽ മരിച്ച്. ഡിസീസ് എന്താ? ഡെഡ്, മരിച്ച്. അടുത്ത് നോക്കിക്കേ, പേജ് നമ്പർ 60 നോക്കിക്കേ, സസ്പീഷ്യസ്. എന്താണ് സസ്പീഷ്യസ്? ഫീലിംഗ് ദാറ്റ് സംതിങ് ഈസ് റോങ്. എന്തോ തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്നതാണ് എന്തെന്ന് സസ്പീഷ്യസ് എന്ന് പറയുന്നത്. എന്തോ തെറ്റായിട്ടുള്ള കാര്യം എന്നാണ് എന്ത് സസ്പീഷ്യസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത വേർഡ് മീനിങ് നോക്കിക്കേ, എന്താണ്? റെസീഡഡ്. റെസീഡഡ് എന്താണ്? ബിക്കം ലെസ്. റെസീഡഡ് എന്താണ്? ബിക്കം ലെസ്.
അടുത്ത് നോക്കിക്കേ, ഗ്രെയിൻ. ഗ്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? എ ലെയർ ഓഫ് ഡേർട്ട്. എ ലെയർ ഓഫ് ഡേർട്ട്. എന്താണ് ഗ്രെയിൻ എന്ന് പറയുന്നത്? എ ലെയർ ഓഫ് ഡേർട്ട്. അടുത്ത് നോക്കിക്കേ, ഭൂമി. ഭൂമി എന്ന് വെച്ചാൽ എന്താണ്? വെരി ഫോഴ്സ്ഫുൾ ആൻഡ് പവർഫുൾ. ഭൂമി എന്താണ്? വെരി ഫോഴ്സ്ഫുൾ ആൻഡ് പവർഫുൾ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ആൻസർ ദി ഫോളോയിങ് പഠിച്ചായിരുന്നില്ലേ? ആൻസർ ദ ഫോളോയിങ് 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു പഠിച്ചത്. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ബ്രീഫ്. അതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് പഠിക്കാം. വിച്ച് ആക്ട് ഓഫ് അലാവുദ്ദീൻ ആംഗേഡ് ജാഫർ ആൻഡ് വാട്ട് ഡിഡ് ഹി ഡു ആസ് എ റിസൾട്ട്? Which act of Alauddin angered Jafar and what did he do as a result? അലാവുദ്ദീൻ എന്ത് പ്രവൃത്തിയാണ് ജാഫറിന് ദേഷ്യം ഉണ്ടാക്കിയത്? അതിന്റെ ഫലം എന്തായിരുന്നു? When Alauddin refused to hand him the lamp unless he was helped out of the cave, Jafar got angry. He threw the magic powder on him, causing the mouth of the cave to shut, which resulted in Alauddin getting imprisoned in the cave. എന്താണ്? ആദ്യമേ കൈ തന്നാൽ മാത്രമേ വിളക്ക് നൽകത്തോളെന്ന് അലാവുദ്ദീൻ ജാഫറിനോട് പറഞ്ഞതാണ് ജാഫറിന് ദേഷ്യമുണ്ടാക്കിയത്. ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ജാഫർ പോക്കറ്റിൽ നിന്ന് കളർ പൗഡർ എടുത്തിട്ട് ഗുഹാമുഖത്തേക്ക് എറിഞ്ഞു. അങ്ങനെ ഒരു വലിയ പാറ വന്ന് ഗുഹ അടഞ്ഞുപോയി. അലാവുദ്ദീൻ എന്ത് ചെയ്തു? അങ്ങനെ ഗുഹയിൽ ഒരു തടവുകാരനായിട്ട് കിടക്കേണ്ടി വന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നോട്ട് ടീച്ചർ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും നോട്ട്ബുക്കിൽ ഈ നോട്ട് എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഇത് കൂടാതെ ആദ്യം പറഞ്ഞ ഈ ചാപ്റ്ററിലെ വേർഡ് മീനിങ്ങും എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് വൈൻഡ് ചെയ്യാം. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് ജനറൽ നോളജ് പഠിച്ചാലോ? ജനറൽ നോളജിൽ പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഹോംസ് ഓഫ് അനിമൽസ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഹോംസ് ഓഫ് അനിമൽസ്. ഐഡന്റിഫൈ ദ ഹോംസ് ഓഫ് ദീസ് അനിമൽസ് ഓർ ബേർഡ്സ്. ഐഡന്റിഫൈ ദ ഹോംസ് ഓഫ് ദീസ് അനിമൽസ് ഓർ ബേർഡ്സ്. ഇവിടെ കൊടുത്തിട്ടുള്ള ബേർഡ്സിന്റെയോ അല്ലെങ്കിൽ അനിമൽസിന്റെയോ ഹോം ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിക്കേ, ടൈഗർ. ടൈഗറിന്റെ ഹോം ഏതാണ്? ടൈഗറിന്റെ ഹോമാണിത് ലെയർ. എന്താണ്? ലെയർ. ടൈഗറിന്റെ ഹോം എന്താണ്? ലെയർ. എന്താ? ഗുഹ. ടൈഗറിന്റെ ഹോമാണ് ലെയർ, ഗുഹ. എന്താണ്? ടൈഗർ എവിടെ താമസിക്കുന്നത്? ഗുഹയിലാണ് അല്ലേ? ലെയറിലാണ് താമസിക്കുന്നത്. സെക്കൻഡ് നോക്കിക്കേ, ഓട്ടർ. എന്താണ് ഓട്ടർ? ഹോൾട്ട്. എന്താണ്? എവിടെയാണ് താമസിക്കുന്നത്? ഹോൾട്ട്. എവിടെയാണ് താമസിക്കുന്നത്? ഹോൾട്ട്. ഓട്ടർ എവിടെ താമസിക്കുന്നത്? ഹോൾട്ട്. ഓട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഓട്ടർ എന്ന് വെച്ചാൽ നീരാളി. നീരാളി എവിടെയാണ് താമസിക്കുന്നത്? ഹോൾട്ട്. നീരാളി എവിടെയാണ് താമസിക്കുന്നത്? ഹോൾട്ടിലാണ് താമസിക്കുന്നത് അല്ലേ? ടൈഗർ എവിടെയാണ് താമസിക്കുന്നത്? ലെയറിലാണ് താമസിക്കുന്നത്. ടൈഗർ എവിടെയാണ് താമസിക്കുന്നത്? ലെയറില്. നീരാളി എവിടെയാണ് താമസിക്കുന്നത്? ഹോൾട്ടിലാണ് നീരാളി താമസിക്കുന്നത്. പെൻഗിൻ. പെൻഗിൻ എവിടെയാണ് താമസിക്കുന്നത്? പെൻഗിന്റെ ഹോം ഏതാണ്? റൂക്കറി. പെൻഗിന്റെ ഹോമാണ് എന്ന് പറയുന്നത് റൂക്കറി. പെൻഗിന്റെ ഹോം എന്താണ്? പെൻഗിന്റെ ഹോമാണിത് റൂക്കറി. പെൻഗിന്റെ ഹോം ഏതാണ്? റൂക്കറി. പെൻഗിന്റെ ഹോമാണേത്? റൂക്കറി. നോക്കിക്കേ, സ്ക്വയർ. സ്ക്വയറിന്റെ ഹോം ഏതാണ്? ഡ്രേ. ഏതാണ്? ഡ്രേ. സ്ക്വയറിന്റെ ഹോം ഏതാണ്? ഡ്രേ. സ്ക്വയറിന്റെ ഹോം ഏതാണ്? ഡ്രേ. അടുത്ത് നോക്കിക്കേ, ബീവർ. ബീവറിന്റെ ഹോം ഏതാണ്? ബീവറിന്റെ ഹോമാണ് ഏത്? ലോഡ്ജ്. ബീവറിന്റെ ഹോമാണ് ലോഡ്ജ്. ബീവറിന്റെ ഹോം ഏതാണ്? ലോഡ്ജ്. ബീവറിന്റെ ഹോം ഏതാണ്? ലോഡ്ജ്. ബീവറിന്റെ ഹോം ഏതാണ്? ലോഡ്ജ്.
അപ്പൊ ഏതാ ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ടൈഗർ. ടൈഗറിന്റെ ഫോം ഏതാണ്? ടൈഗറിന്റെ ഫോമാണ് ലെയർ. ടൈഗറിന്റെ ഫോം ഏതാണ്? ലെയർ, ഗുഹ. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ഓട്ടർ. ഓട്ടറിന്റെ എന്താ? വീടാണ്. വീടാളിന്റെ വീട് എവിടാണ്? ഹോൾഡ്. വീടാളിന്റെ ഫോമാണ് എന്ത്? ഹോൾഡ്. അടുത്ത് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? പെൻഗിൻ. പെൻഗിന്റെ ഫോം ഏതാണ്? പെൻഗിന്റെ ഫോമാണ് ഏത്? റൂഗറി. റൂഗറിയാണ് എന്ത്? പെൻഗിന്റെ ഫോം. പിന്നെന്താ നമ്മൾ പഠിച്ചത്? സ്ക്വയർ അല്ലേ? സ്ക്വയറിന്റെ ഫോം ഏതാണ്? സ്ക്വയറിന്റെ ഫോമാണ് ഇത് ഡ്രേ. ഏതാണ്? ഡ്രേ. സ്ക്വയറിന്റെ ഫോം ഏതാണ്? ഡ്രേ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ബീവർ. ബീവറിന്റെ ഫോം ഏതാണ്? ലോഡ്ജ്. ബീവറിന്റെ ഫോം ഏതാണ്? ലോഡ്ജ്. ബീവറിന്റെ ഫോം ഏതാണ്? ലോഡ്ജ്. അടുത്ത് നോക്കിക്കേ, വാസ്തു. വാസ്തുവിന്റെ ഫോം ഏതാണ്? വാസ്തുവിന്റെ ഫോമാണ് വെസ്പിയറി. വാസ്തുവിന്റെ ഹോം ഏതാണ്? വെസ്പിയറി. വാസ്തുവിന്റെ ഹോമാണ് എന്ത്? വെസ്പിയറി. എന്താണ് വാസ്തു എന്ന് പറയുന്നത്? വാസ്തു എന്ന് പറയുന്നത് പല്ലി. എന്താണ് വാസ്തു? പല്ലി. വാസ്തു എന്താണ്? പല്ലി. പല്ലിയുടെ ഫോം ഏതാണ്? വെസ്പിയറി. വാസ്തു. വാസ്തുവിന്റെ ഫോം ഏതാണ്? വെസ്പിയറി. ഏതാണ്? വെസ്പിയറി. വാസ്തു എന്ന് വെച്ചാൽ പല്ലി. പല്ലിയുടെ ഫോമാണ് എന്ത്? വെസ്പിയറി. പല്ലിയുടെ ഫോം ഏതാണ്? വെസ്പിയറി. ടൈഗറിന്റെ ഫോമാണ് ലെയർ, അതായത് ഗുഹ. ഓട്ടർ. നീരാളിയുടെ ഫോമാണിത് ഹോൾഡ്. പെൻഗിന്റെ ഫോമാണിത് റൂക്കറി. പിന്നെന്താ? സ്ക്വയർ. സ്ക്വയറിന്റെ ഫോമാണിത് ഡ്രേ. സ്ക്വയറിന്റെ ഫോമാണിത് ഡ്രേ. ബീവറിന്റെ ഫോമാണിത് ലോഡ്ജ്. വാസ്തുവിന്റെ ഫോമാണിത് വെസ്പിയറി. ഇനി അടുത്ത ഈഗിൾ. ഈഗിളിന്റെ ഫോം എന്താണ്? എറി. എന്താണ്? എറി. ഈഗിളിന്റെ ഫോം എന്താണ്? എറി. എന്താണ്? ഈഗിളിന്റെ ഫോമാണ് എന്ത്? എറി. എന്താണ്? എറി എന്ന് വെച്ചാൽ എന്താണ്? ഈഗിൾ എന്ന് വെച്ചാൽ എന്താണ്? ഈഗിൾ എന്ന് വെച്ചാൽ കഴുകൻ. കഴുകന്റെ ഫോം ഏതാണ്? എറി എന്ന് വെച്ചാൽ കഴുകന്റെ കൂട്. എന്താണ്? കഴുകന്റെ കൂട്. ആൻഡ്. ആൻഡ് എന്ന് വെച്ചാൽ ഉറുമ്പ്. ഉറുമ്പിന്റെ ഫോം ഏതാണ്? ഫോർമിക്കറി. ഉറുമ്പിന്റെ ഫോമാണ് എന്ത്? ഫോർമിക്കറി. എന്താണ്? ഫോർമിക്കറി. എന്താണ്? ആൻഡിന്റെ ഫോം ഏതാണ്? ഫോർമിക്കറി. എന്താണ്? ആൻഡിന്റെ ഫോമാണ് എന്ത്? ഫോർമിക്കറി. ആൻഡിന്റെ ഫോം ഏതാണ്? ഫോർമിക്കറി. ആൻഡിന്റെ ഫോം ഏതാണ്? ഫോർമിക്കറി. എന്താണ്? ഫോർമിക്കറി. അടുത്ത എന്താണ്? ബി. ബി എന്ന് വെച്ചാ തേനീച്ച. തേനീച്ചയുടെ ഫോം എന്താണ്? എപ്പിയറി. എന്താണ്? എപ്പിയറി. എന്താണ്? എപ്പിയറി. ബി. ബി എന്ന് വെച്ചാ തേനീച്ച. തേനീച്ചയുടെ കൂടെ ഏതാണ്? എപ്പിയറി. എന്ന് വെച്ചാ എപ്പിയറി എന്ന് വെച്ചാ തേനീച്ച കൂട്. എന്താണ്? തേനീച്ച കൂട്. ബിയുടെ ഫോമാണിത് എപ്പിയറി. എപ്പിയറി എന്ന് വെച്ചാൽ എന്താണ്? എപ്പിയറി എന്ന് വെച്ചാ തേനീച്ച കൂട്. അടുത്ത എന്താണ്? മോൾ. മോളിന്റെ ഫോം ഏതാണ്? ഫോർട്രസ്. എന്താണ്? ഫോർട്രസ് എന്ന് വെച്ചാ ഫോർട്രസ് എന്ന് വെച്ചാ കോട്ട. എന്താണ്? കോട്ട. മോളിന്റെ ഫോം ഏതാണ്? ഫോർട്രസ്. എന്താണ്? ഫോർട്രസ്. എന്താണ്? ഫോർട്രസ്. മോളിന്റെ ഫോം എന്താണ്? ഫോർട്രസ്. മോളിന്റെ ഫോമാണ് ഇത് ഫോർട്രസ്. ഫോർട്രസ് എന്ന് വെച്ചാൽ എന്താണ്? കോട്ട. അടുത്ത എന്താണ്? ബാറ്റ്. ബാറ്റിന്റെ ഫോമാണ് എന്ത്? റൂസ്റ്റ്. എന്താണ്? റൂസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? പക്ഷികൾ രാത്രി പറക്കുന്ന സ്ഥലത്തെയാണ് എന്ന് പറയുന്നത് റൂസ്റ്റ് എന്ന് പറയുന്നത്. ബാറ്റിന്റെ ഫോമാണ് എന്ത്? റൂസ്റ്റ്. എന്താണ്? റൂസ്റ്റ്. അപ്പൊ ബാറ്റിന്റെ ഫോമാണ് എന്തെന്ന് പറയുന്നത്? റൂസ്റ്റ്. അപ്പം ഈഗിളിന്റെ ഫോമാണ് എന്ത്? എറി. ഈഗിളിന്റെ ഫോമാണ് എന്ത്? എറി. കഴുകൻ കൂടുന്ന് പറയുന്നത്. ആൻഡിന്റെ ഫോം എന്താണ്? ഫോർമിക്കറി. എന്താണ്? ആൻഡിന്റെ വീട്? ഫോർമിക്കറി. ബിയുടെ വീട് ഏതാണ്?
എപ്പിയറി. ബിയുടെ വീടാണ് എന്ത്? എപ്പിയറി. മോളിന്റെ വീട് ഏതാണ്? ഫോർട്രസ്. എന്താണ്? ഫോർട്രസ്. ബാറ്റിന്റെ വീട് എന്താണ്? ബാറ്റിന്റെ വീടാണ് റൂസ്റ്റ്. ബാറ്റിന്റെ ഹോമാണ് എന്ത്? റൂസ്റ്റ്. അപ്പൊ ടൈഗറിന്റെ ഹോമാണ് എന്ത്? ലെയർ. ടൈഗറിന്റെ ഹോമാണ് എന്ത്? ലെയർ. ഓട്ടറിന്റെ വീടാണ് എന്ത്? ഹോമാണ് എന്ത്? ഹോൾട്ട്. പെന്നിന്റെ ഹോമാണ് എന്ത്? റൂക്കറി. സ്ക്വയറിന്റെ ഹോമാണ് എന്ത്? ട്രേ. ബീവറിന്റെ ഹോമാണ് എന്ത്? ലോഡ്ജ്. ബീവറിന്റെ ഹോമാണ് എന്ത്? ലോഡ്ജ്. ബീവറിന്റെ ഹോം എന്താണ്? ലോഡ്ജ്. വാസ്പിന്റെ ഹോം എന്താണ്? വെസ്പിയറി. വാസ്പിന്റെ ഹോം എന്താണ്? വെസ്പിയറി. വാസ്പിന്റെ ഒരു ഹോമാണ് എന്ത്? വെസ്പിയറി. ഈഗിളിന്റെ ഹോമാണ് എന്ത്? എറി. അതായത് കഴുകൻ കൂട്. ഈഗിളിന്റെ ഹോമാണ് എന്ത്? എറി. അതായത് കഴുകൻ കൂട്. ആന്റിന്റെ ഹോമാണ് എന്ത്? ഫോർമിക്കറി. ആന്റിന്റെ ഹോം ഏതാണ്? ഫോർമിക്കറി. ബിയുടെ ഹോം ഏതാണ്? ബിയുടെ ഹോമാണ് എപ്പിയറി. ബിയുടെ ഹോമാണ് എന്ന് പറയുന്നത് എപ്പിയറി എന്ന് പറയുന്നത്. മോളിന്റെ ഹോം എന്താണ്? മോളിന്റെ ഹോമാണ് ഫോർട്രസ്. മോളിന്റെ ഹോമാണ് എന്ത്? ഫോർട്രസ്. ഫോർട്രസ് എന്ന് വെച്ചാൽ എന്താ? കോട്ട. ബാറ്റിന്റെ ഹോം എന്താണ്? ബാറ്റിന്റെ ഹോമാണ് റൂസ്റ്റ്. എന്ന് വെച്ചാൽ എന്താ? റൂസ്റ്റ് എന്ന് വെച്ചാ രാത്രിയിൽ പക്ഷികൾ പാർക്കുന്ന സ്ഥലത്ത് എന്ന് പറയുന്നേ റൂസ്റ്റ് എന്ന് പറയുന്നത്. ബാറ്റിന്റെ ഹോം ഏതാണ്? റൂസ്റ്റ്. ടൈഗർ. ടൈഗർ എന്ന് വെച്ചാൽ എന്താണ്? ലെയർ. ടൈഗറിന്റെ ഹോമാണ് എന്ത്? ടൈഗറിന്റെ ഹോമാണ് ലെയർ. ഗുഹ. ടൈഗർ എവിടെ താമസിക്കുന്നത്? ഗുഹയിലാണ് താമസിക്കുന്നത് അല്ലേ? ഓട്ടർ എന്താണ്? നീരാളി. നീരാളിയുടെ ഹോം എന്താണ്? ഹോൾട്ട്. നീരാളിയുടെ ഹോമാണ് എന്ത്? ഹോൾട്ട്. പെൻഗിൻ. പെൻഗിന്റെ എന്ത് ഹോമാണ് എന്ന് പറയുന്നത്? റൂക്കറി. പെൻഗിന്റെ ഹോമാണ് എന്ത്? റൂക്കറി. പെൻഗിന്റെ ഹോം ഏതാണ്? റൂക്കറി. സ്ക്വയർ. സ്ക്വയറിന്റെ ഹോം എന്താണ്? ഡ്രേ. സ്ക്വയറിന്റെ ഹോം ഏതാണ്? സ്ക്വയറിന്റെ ഹോമാണ് ഡ്രേ. ബീവർ. ബീവറിന്റെ ഹോം ഏതാണ്? ബീവറിന്റെ ഹോമാണ് ലോഡ്ജ്. ബീവറിന്റെ ഹോം ഏതാണ്? ബീവറിന്റെ ഹോമാണ് ലോഡ്ജ്. വാസ്തു. വാസ്തു എന്ന് വെച്ചാൽ എന്താ? വാസ്തു എന്ന് വെച്ചാൽ പല്ലി. വാസ്തു എന്ന് വെച്ചാൽ എന്താണ്? വാസ്തു എന്ന് വെച്ചാൽ പല്ലി. പല്ലിയുടെ ഹോം ഏതാണ്? വാസ്പിന്റെ ഹോം ഏതാണ്? വെസ്പിയറി. വാസ്പിന്റെ ഹോമാണ് വെസ്പിയറി. വാസ്പിന്റെ ഹോം ഏതാണ്? വെസ്പിയറി. ഈഗിൾ. ഈഗിളിന്റെ ഹോം ഏതാണ്? എറി. ഈഗിളിന്റെ ഹോമാണ് എറി. ആന്റിന്റെ ഹോം ഏതാണ്? ഫോർമിക്കറി. ആന്റിന്റെ ഹോം ഏതാണ്? ഫോർമിക്കറി. ആന്റിന്റെ ഹോമാണ് ഏത്? ഫോർമിക്കറി. ബി. ബി എന്ന് വെച്ചാൽ എന്താ? തേനീച്ച. ബി എന്ന് വെച്ചാൽ എന്താ? തേനീച്ച. തേനീച്ചയുടെ കൂടെ ഏതാണ്? തേനീച്ചയുടെ വീടാണ്. ഹോമാണ് എന്ത്? ബിയുടെ ഹോമാണ് എപ്പിയറി. ബിയുടെ ഹോം ഏതാണ്? എപ്പിയറി. അതായത് തേനീച്ച കൂട്. ബിയുടെ ഹോം ഏതാണ്? എപ്പിയറി. എന്താണ്? തേനീച്ച കൂട്. മോൾ. മോൾ എന്ന് വെച്ചാൽ എന്താണ്? മോളുടെ ഹോമാണ് ഫോർട്രസ്. മോളുടെ ഹോം ഏതാണ്? ഫോർട്രസ്. ഫോർട്രസ് എന്ന് വെച്ചാൽ എന്താ? കോട്ട. മോളുടെ ഹോമാണ് എന്ത്? ഫോർട്രസ് എന്ന് വെച്ചാൽ എന്താ? കോട്ട. ബാറ്റ്. ബാറ്റിന്റെ ഹോം ഏതാണ്? റൂസ്റ്റ്. ബാറ്റിന്റെ ഹോം ഏതാണ്? റൂസ്റ്റ്. ബാറ്റിന്റെ ഹോമാണ് റൂസ്റ്റ്. റൂസ്റ്റ് എന്താണ്? പക്ഷികൾ രാത്രി താമസിക്കുന്ന സ്ഥലമല്ലേ? അപ്പൊ എന്താണ്? ടൈഗർ എന്ന് വെച്ചാൽ ലെയർ. ടൈഗറിന്റെ ഹോമാണ് ലെയർ. ഓട്ടർ. നീരാളിയുടെ വീട് ഏതാണ്? ഹോൾട്ട്. പെൻഗിന്റെ വീട് റൂക്കറി. സ്ക്വയറിന്റെ വീട് ഡ്രേ. ബീവറിന്റെ വീട് ലോഡ്ജ്. വാസ്പിന്റേത് വെസ്പിയറി. ഈഗിളിന്റേത് എറി. ആന്റിന്റെ ഹോം ഏതാണ്? ഫോർമിക്കറി. ബിയുടെ വീട് ഏതാണ്? ബിയുടെ ഹോമാണ് എപ്പിയറി. മോളിന്റെ ഹോമാണ് എന്ത്? ഫോർട്രസ്. ബാറ്റിന്റെ ഹോമാണ് എന്ത്? റൂസ്റ്റ്. ബാറ്റിന്റെ ഹോമാണ് എന്ത്? റൂസ്റ്റ്. എന്ന് വെച്ചാൽ എന്താ? റൂസ്റ്റ് എന്ന് വെച്ചാൽ പക്ഷികൾ രാത്രി താമസിക്കുന്ന സ്ഥലമാണ് എന്ത്? റൂസ്റ്റ്. അപ്പൊ ബാറ്റിന്റെ ഹോം ഏതാണ്? ബാറ്റിന്റെ ഹോമാണ് റൂസ്റ്റ്. അപ്പം ഇന്ന് പഠിപ്പിച്ച ജികെയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച ജികെ മനസ്സിലായോ? അപ്പൊ ഇന്ന് പഠിപ്പിച്ച ജനറൽ നോളജിന്റെ നോട്ട് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി എടുത്തിട്ട് ടീച്ചർ
പഠിപ്പിച്ച അതേ ഓർഡറിൽ ആൻസർ എല്ലാം എഴുതിയിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.